വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. വരാഹി ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് വരാഹി ദേവിയുടെ എന്ത് അനുഗ്രഹമാണ്, എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനുഷ്യ രൂപത്തോടുകൂടി എന്നാൽ പന്നിയുടെ മുഖത്തോടു കൂടിയിട്ടുള്ള പഞ്ചമി ദേവി, അതാണ് വരാഹി രൂപം. വരാഹമൂർത്തിയുടെ, മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തി സ്വരൂപമായിട്ട് ഉള്ള ആദിപരാശക്തിയുടെ രൂപമാണ് വരാഹി ദേവി. ഇഷ്ടവര സിദ്ധിക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രീതിപ്പെടുത്താൻ പറ്റുന്ന സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് നൽകുന്ന ഒരു മൂർത്തിയാണ് വരാഹി ദേവി. മഹാലക്ഷ്മിയുടെ താന്ത്രികമായിട്ടുള്ള ഒരു രൂപമാണ്. അതുപോലെ തന്നെ കാലത്തിന്റെ അധിപതയായ സമയേശ്വരിയാണ് വരാഹി ദേവി. ഈ ഒരു എനർജി നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരും. വരാഹി ദേവിയുടെ സന്ദേശങ്ങൾ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ എന്നറിയാനായിട്ട് ഇതിലേതെങ്കിലും ഒരു പിക്ചർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ പിക്ചറാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1. ഈ പിക്ചറാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ഫസ്റ്റ് പിക്ചർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് ഈ ഒരു സമയം നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. വാവ്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം അത് നടക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി വിജയം ഉണ്ടാവാനുള്ള ഒരു സാധ്യത. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള ഒരു കാര്യമാണ്. Okay, 5 of emotions, world, okay, moon card, okay, and the devil, okay. Okay, clarification കൂടെ എടുക്കാം. 10 of emotions, 4 of emotions, ace of inspiration, page of materials and page of emotions, bottom 10 of voice. ഇവിടെ നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം മാനസികമായിട്ടുള്ള ഒരു പ്രയാസത്തിൽ കൂടെ, ഒരു ടവ് മൊമെന്റ്, ഈവൻ ദോ ടവ് കാർഡ് ഇവിടെ വന്നിട്ടില്ല, പക്ഷെ എനിക്ക് ഏകദേശം ഒരു ടവ് മൊമെന്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയും ഒരു ഇമോഷണൽ ലോസിൽ കൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു കാർമിക് സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ട്. ശരിക്കും നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത അത്രയും ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട് നിങ്ങൾക്ക്. ശരിക്കും ആ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടത്. അതെപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നത്? ആ സമയമാണ് നിങ്ങളുടെ സക്സസ് ഉണ്ടാവുന്നത്. കാരണം ക്ലാരിറ്റി ഇല്ലാത്ത മനസ്സുകളിൽ കോൺഫിഡൻസ് ഉണ്ടാവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇത് വളരെയധികം ഡെവിൾ എനർജി, നെഗറ്റീവ് എനർജി. ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസിനെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിൽ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അത് നിരാശയാവാം, അതല്ലെങ്കിൽ ദേഷ്യമാകാം, അതല്ലെങ്കിൽ വൈരാഗ്യമാകാം, ഫ്രസ്ട്രേഷൻ ആകാം, ഈഗോ ആകാം. ഏതാണ് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. അത് നിങ്ങളുടെ സന്തോഷത്തിനെ കെടുത്തുന്നുണ്ട്. ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള താക്കോല് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇമോഷണലി നിങ്ങൾ വളരെയധികം സ്റ്റക്ക് ആവുന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അതായത് പാസ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. അത് പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുള്ള ഒരു നിമിഷത്തിൽ പോലും പാസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന നിമിഷത്തിൻ്റെ തൊട്ട് പിറകിലെ നിമിഷം പോലും പാസ്റ്റാണ്. ഓരോ നിമിഷവും കഴിയുന്ന എക്സ്പീരിയൻസിനെ അത് അവിടെ വിടുക.
അടുത്ത എക്സ്പീരിയൻസിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്ന് പറയുന്നത് പോലെയാണ്. ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തതിലും വളരെ മനോഹരമാണ്. അതിനുവേണ്ടി നിങ്ങളെ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ലൂസൺ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സക്സസ് നേടണമെന്നുണ്ടെങ്കിൽ അത് ഏത് കാര്യത്തിലുമാകാം, നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആവശ്യമാണ്. അതായത് നിങ്ങൾക്കൊരു ഹാബിറ്റ് ഫോം ചെയ്തിട്ടുണ്ട്, ആ ഹാബിറ്റിൽ നിന്ന് പുറത്തു കടക്കാതെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവില്ല. ഒരു ഫെയിലിയറിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു ഹാബിറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഫെയിലിയറിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഹാബിറ്റാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു സക്സസ് ഇനി മുന്നോട്ടും കൊണ്ടുതരില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹാബിറ്റ് നിങ്ങൾ മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ്, വളരെയധികം ഫോക്കസ് വേണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്. നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. സോ ഫോക്കസ് ആവശ്യമാണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് ഇവിടെ ആവശ്യമാണ്. കാരണം നിങ്ങൾക്കിവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം. അവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്ന വ്യക്തികൾ നിങ്ങളുടെ ഈ ഒരു തോട്ടിനെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ട്രസ്റ്റ് വർത്തി അല്ലാത്ത വ്യക്തികളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് ബേർഡൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നായിരിക്കാം. പക്ഷെ അതിനെ ഓവർകം ചെയ്യേണ്ടത് ഇവിടെ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് കടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, നമുക്ക് കൂടുതൽ കാർഡ്സ് നോക്കാം. നിങ്ങളുടെ ഒരു സക്സസിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്? സീരീസ്. ഓക്കെ, നർച്ചർ. നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. മാഴ്സ്. ഓക്കെ, ഒരു വ്യക്തി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് വളരെ ഡിറ്റർമിൻഡ് ആയിട്ട്, വളരെ ഫിസിക് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ മൈൻഡ് മനസ്സുകൊണ്ട് വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ഒരു 9 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ബോട്ടം എനർജി നമുക്ക് വന്നിരിക്കുന്നത് സൺ ആണ്. എഗെയിൻ 2 തവണ ഡബിൾ കൺഫർമേഷൻ ആണ്. ആൻഡ് സി ഇത് നമ്പർ 18, അതും 9 തന്നെ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് കൺഫേംഡ് വിത്തിൻ 9 മന്ത്സ്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ വിചാരിക്കുന്നതിലും എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ട് തന്നെ നടക്കും എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫോം യോർ സെൽഫ്, അലൗ ദി ട്രാൻസ്ഫോർമേഷൻ ഹാപ്പനിങ്. നിങ്ങളിലൊരു മാറ്റം സംഭവിക്കുന്നതിനെ അലൗ ചെയ്യുക. അത് യൂണിവേഴ്സ് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പവർ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പവർ ആണെങ്കിലും അത് വൈസായിട്ട് യൂസ് ചെയ്യുക. ഒബ്സഷൻസ് അല്ലെങ്കിൽ ഡിപ്രഷൻ, ആ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യണം. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കത് സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ നിങ്ങളെ പുറത്ത് കടക്കാനായിട്ട് സഹായിക്കും. ആ ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളതാണ്, പ്രോപ്പറായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ആങ്കർ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. കാര്യം അത്രയും ഹോട്ട് എനർജി ഇവിടെ ഉണ്ട്. ഒരു വാർ ലൈക്ക് മെൻറ്റാലിറ്റി, യുദ്ധത്തിന് നിൽക്കുന്ന ഒരു മനസ്സോട് കൂടിയിട്ട് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. അതായത് മാഴ്സിൻ്റെ ഒരു എനർജിയുടെ നെഗറ്റീവ് സൈഡ്സിനെ എല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ്. അപ്പോൾ അവിടെ മിസ്യൂസ് ഓഫ് സെക്ഷുവാലിറ്റി ഒക്കെ ഇവിടെ വരുന്നുണ്ട്. മാഴ്സിൻ്റെ ഒരു എനർജി, ഒബ്സഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ അതിനെല്ലാം പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യുക. ഒരു ഗാർഡിയൻ എനർജിയിലേക്ക് നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഇമോഷൻസിനെ ടേക്ക് കെയർ ചെയ്യുക, നിങ്ങളുടെ ഒരു കെയർ ആൻഡ് അറ്റൻഷൻ വേണ്ടവർക്ക് നിങ്ങൾ അത് കൊടുക്കുക. സോ ഇതാണ് നിങ്ങൾക്ക് ഉള്ള ഒരു മെസ്സേജ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ്, സ്പിരിച്വൽ ഗൈഡൻസസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. സോ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2, ദ സെക്കൻഡ് പിക്ചർ, സെക്കൻഡ് വരാഹി ദേവിയുടെ സെക്കൻഡ് പിക്ചർ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. വരാഹി ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഡിവൈൻ ഗൈഡൻസ് ഫ്രം വരാഹി ദേവി. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. യെസ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ക്ഷമ ആവശ്യമാണ്. അതുപോലെ ഏത് കാര്യമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഒരു അറിവ് കൂടുതലായിട്ട്, വിജ്ഞാനം അതിനെക്കുറിച്ച് നേടേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അഹോരാത്രം വർക്ക് ചെയ്യേണ്ട ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കൂടുതൽ കാർഡ്സ് നോക്കാം. 8 എന്ന് പറയുന്നൊരു നമ്പർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ ഒരു സാറ്റേൺ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കർമ്മ, നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റീസ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ഒരു സമയം ചാലഞ്ചിനെ നിങ്ങൾ മറികടന്നിട്ട്, മാനസികമായിട്ടും ഒക്കെ തന്നെ നിങ്ങൾ മറികടന്നിട്ട് നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു 10 times ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു എനർജി. യെസ്, 9 ഓഫ് ഇമോഷൻസ് ആണ്. കംപ്ലീറ്റ്നെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അത്രയും തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, അതിൽ നിന്ന് നിങ്ങൾക്കൊരു സമാധാനം, സംതൃപ്തി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ റിസ്കുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒന്ന് വില്ലിങ് ആവുക. അതായത് കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ലൈഫിൽ എപ്പോഴും കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ ലൈഫിൽ എന്താണ് പിന്നെ ഒരു ത്രില്ലുള്ളത്? കംഫർട്ട് സോൺസ് ബ്രേക്ക് ചെയ്യുക. എപ്പോഴും അൺനോൺ ടെറിട്ടറീസിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും നാളും പരിചിതമല്ലാത്തതിലും ഉപരിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വിശ്വാസമില്ലായ്മ നിങ്ങളിൽ സ്വയം, നിങ്ങളുടെ കഴിവുകളിലും ഒക്കെ നിങ്ങൾക്കൊരു വിശ്വാസമില്ലായ്മയുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിലും ഒരു സ്പിരിറ്റിലും ഒരു സ്പിരിച്വൽ എനർജിയിലും ഒന്നും ഒരു വിശ്വാസമില്ലാത്ത ഒരു എനർജി. അതായത് എന്ത് ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, അതിനി മാറാൻ പോകുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളിൽ കയറി പറ്റിയിട്ടുണ്ട്. അതിനെ പോസിറ്റിവിറ്റി കൊണ്ട് മാറ്റിയെടുക്കുക, പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ട് മാറ്റിയെടുക്കുക. ചിന്താരീതി മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ കേട്ട് ശീലിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഇന്ന രീതികളാണ് ശരി എന്നൊക്കെ ഉള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വേഗം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ആൻഡ് ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസ്ട്രെസ്ഫുൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിൽ ആണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിലും
നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള ഫിനാൻസ് ആയിരിക്കാം, ഇനി വരാൻ പോകുന്ന ഫിനാൻസ് ആയിരിക്കാം, പക്ഷെ അത് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈം പീരീഡ്. കാരണം നിങ്ങളിലേക്ക് വരുന്ന ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഇനി എത്ര ഫിനാൻസ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും, എത്ര വെൽത്ത് വന്നു കഴിഞ്ഞാലും അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. യെസ്. ടീം വർക്ക്സ്, അതായത് ആൾക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ടീം സ്പിരിറ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ബോട്ടം നമുക്ക് 10 ഓഫ് ഇമോഷൻസ് വന്നിട്ടുണ്ട്, അതായത് 9 ഓഫ് ഇമോഷൻസ് ഓൾറെഡി വന്നിരുന്നു. ഫുൾഫിൽമെന്റ് തന്നെ നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഫുൾഫിൽമെന്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതായത് ഇത് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ, ഒരു കംപ്ലീറ്റ് സന്തോഷം നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അതിന് വേണ്ട കുറച്ച് നടപടികളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നത്. കൂടുതലായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പൈസസ് ജലതത്വരാശിയാണ്. അപ്പോൾ അബ്രോഡ് കണക്ഷൻസ് എന്തെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം, ഡീല് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് എൻഡ് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യം തുടങ്ങാനെങ്കിൽ ആ എൻഡ് ചെയ്യേണ്ട കാര്യം ആദ്യം എൻഡ് ചെയ്യുക, അതിനുശേഷം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. കൂടുതൽ വിസ്ഡം, പേഷ്യൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണിപ്പോൾ. വീണ്ടും വീണ്ടും പറയാണ്. സാജിറ്റേറിയസ്, ഓക്കെ, പൈസസ് ആൻഡ് സാജിറ്റേറിയസ് രണ്ടും ജൂപ്പിറ്റർ ആണ് റൂൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വ്യാഴത്തിന്റെ ഒരു പ്രീതി ആവശ്യമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. എക്സ്പാൻഷൻ, നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിനൊരു എക്സ്പാൻഷൻ ഇപ്പോൾ ആവശ്യമാണ്. നിങ്ങളുടെ വിസ്ഡം എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ സ്കിൽ, ടാലൻറ്റ്, എവ്രിതിങ്. നിങ്ങൾക്കൊരു എക്സ്പാൻഷൻ ഇപ്പോൾ വളരെ ആവശ്യമാണ്. നിങ്ങൾ ഷ്രിങ്ക് ചെയ്യാതെ എക്സ്പാൻഡ് ചെയ്യുക. പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് സമയം കണ്ടെത്തുക, അത് വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സാധിക്കുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ആ ഒരു ചാൻസ് മിസ്സായിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങളെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് മിസ്സാവുന്നതാണ്. ആൻഡ് വിത്തിൻ 10 months നിങ്ങൾക്ക് വീണ്ടും യൂണിവേഴ്സ് ഈ ഒരു ചാൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇവിടെ ചില സമയത്തെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് പറയുന്നതിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മുഖവിലക്ക് എടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. എല്ലാം ലോജിക്ക് മാത്രം നോക്കി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സമയത്ത് അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല. അണ്ടർലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് കിടക്കുന്ന എന്തെങ്കിലും ഒരു ഭയം, അതായത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനെ തടയുന്ന ഒരു മെന്റലി നിങ്ങൾക്കൊരു ബ്ലോക്ക്, ഒരു ഇമോഷണൽ ബ്ലോക്ക്, ഒരു ഫിയർ ഒക്കെ നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. സോ ഇത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഇൻസെക്യൂരിറ്റീസിനെ ചില സമയത്ത് പുറത്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കത് ഹീല് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് അത് മനസ്സിൽ കുഴിച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇല്ലാതാവുന്നില്ല, കാണാതെ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിൽ ഉൾക്കൊള്ളുക കേട്ടോ. അത് എക്സ്പാൻഡ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഇതൊരു ഹീലിംഗ് ആൻഡ് ഗ്രോത്ത് ആണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്. അതിന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഹോണസ്റ്റി ആവശ്യമാണ്. ഒരു ട്രാവൽ ത്രൂ ഒരു ക്യൂർ, ഒരു ജോഗ്രഫിക് ക്യൂർ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു സാഡ്നെസ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാവുമ്പം നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, ഇത് എൻ്റെ ഉള്ളിലെ തന്നെ സങ്കടമാണോ, അതോ ഞാൻ പുറത്തു നിന്ന് അബ്സോർബ് ചെയ്തിട്ടുള്ള, അതായത് പുറത്ത് ഇൻഫ്ലുവൻസ് കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള
ഒരു സങ്കടമാണ്. ഇത് എവിടെ നിന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ. കാരണം ഈ ഒരു മൂൺ ഫേസസ് പോലെയാണ്. നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത്. അവിടെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളെയും ഒക്കെ നിങ്ങൾ ഒന്ന് പരിശോധിക്കാനായിട്ട് തുടങ്ങും. അവരിൽ നിന്ന് വന്നിട്ടുള്ളതാണോ? ഇത് എവിടെ നിന്നാണ് ഈ സങ്കടം വന്നിരിക്കുന്നത്? അതിനായിട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊരു എംപതി ക്രിയേറ്റ് ചെയ്യുക, എംപതൈസ് വിത്ത് അതേഴ്സ്. എന്നാൽ അവരുടെ എല്ലാം ഫീലിങ്സ്, ഇമോഷൻസിനെ നിങ്ങൾ നിങ്ങളുടേതാക്കി മനസ്സിലേക്ക് എടുത്തു വയ്ക്കാതിരിക്കുക. കാരണം ഈ ഒരു നെഗറ്റീവ് എനർജി ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവരുമായിട്ട് എംപതൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും, യെസ്, ഇവരുടെ ഒരു എനർജിയാണ് എന്നിലേക്ക് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ കോഡ് കട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് മാറ്റിക്കളയാനായിട്ടും സാധിക്കും. സോ ദാറ്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സങ്കടമാണോ, മറ്റുള്ളവരുടെ എനർജി നിങ്ങൾ എടുത്തിട്ടുള്ളതാണോ? അത് സങ്കടം എന്ന് മാത്രമല്ല, ദേഷ്യമാകാം, ഫ്രസ്ട്രേഷൻ ആകാം, ഫെയിലിയേഴ്സ് ആവാം, അലസതയാകാം, ഈഗോ ആകാം, വോട്ടെവർ. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്ലിയർ ആയിട്ട്. ഈവൻ ഒരു ഫിസിക്കൽ പെയിൻ പോലും നിങ്ങൾക്ക് ചില സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് മറ്റ് ഉള്ളവരിൽ നിന്ന്, അത് അവരുമായിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു നേരിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാവുകയോ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിൽ അവർ നിറഞ്ഞു നിന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് വരും, അത്രയും ഡീപ്പറായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് കോഡ് കട്ടിങ് ചെയ്ത് അതൊക്കെ എനർജി ക്ലിയർ ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനും, നിങ്ങൾക്ക് ഈ ഒരു ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് മാറി ഒരു ട്രാവലിംഗ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കത് കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ക്ലിയർ ചെയ്യാനും ഹീൽ ചെയ്യാനും സാധിക്കും എന്നുള്ള ഒരു എനർജിയെ കാണിക്കുന്നത്. സോ യെസ്, ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ ഗൈഡൻസസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.